എനിക്ക് ഇൻ്റർവ്യൂ അത്ര സുഖകരമല്ലായിരുന്നു. എനിക്കറിയില്ലാത്ത ഒരുപാട് പൊസിഷനിൽ നിന്ന് എന്നോട് ചോദ്യം ചോദിച്ചു. പക്ഷേ ഞാൻ എൻ്റെ ഇൻ്റർവ്യൂ പൂർണ്ണമായി എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ സമർപ്പിച്ചു. എന്നെ ആ കമ്പനിയിൽ നിന്ന് HR വീണ്ടും വിളിച്ചു. ഞാൻ 1 മാസത്തെ ട്രെയിനിങ്ങിലേക്ക് ഞാൻ സെലക്ട് എന്നും ആ ട്രെയിനിങ് സമയത്ത് എൻ്റെ പെർഫോമൻസ് അസസ് ചെയ്തിട്ടാണ് എന്നെ പെർമനൻറ്റ് എംപ്ലോയി ആയി എടുക്കുമോ ഇല്ലേ എന്ന് തീരുമാനിക്കൂ എന്ന് പറയുകയും ചെയ്തു. അന്നേരം എൻ്റെ ടീം ലീഡ് കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു. എനിക്ക് ആ ടീം ലീഡ് ഒന്നും ചോദിക്കാൻ പറ്റാതെ, ടാസ്ക് ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ, പ്രൊജക്റ്റ് ഒന്നും പൂർത്തീകരിക്കാൻ പറ്റാതെ ഞാൻ വളരെയധികം ഒറ്റപ്പെട്ടു. അമ്മയെ, പരിശുദ്ധ അമ്മയെ, എനിക്ക് ഈ ടീം ലീഡ് കുറച്ചും കൂടി സോഫ്റ്റായി പെരുമാറും, എന്നെ കുറച്ചും കൂടി അമ്മയെ ഈശോപ്പിച്ചും എനിക്ക് കുറച്ചും കൂടി അത് മനസ്സിലാക്കി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിനെ തുടർന്ന് എൻ്റെ ഒരാഴ്ചയ്ക്ക് ശേഷം എൻ്റെ ടീം ലീഡ് കുറച്ചും കൂടി സോഫ്റ്റായി, നല്ലപോലെ കമ്പനിയായി എന്നെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തന്ന് എന്നെ അനുഗ്രഹിച്ചു. ഫെബ്രുവരി 27-ാം തീയതി എനിക്ക് മെയിലിൽ എൻ്റെ ഓഫർ ലെറ്റർ വരികയും അച്ഛൻ പറഞ്ഞ് 26-ന് ശേഷമുള്ള 7-ാം ദിവസമായ മാർച്ച് 4-ാം തീയതി എനിക്ക് കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ, സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോയിൻ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് മെയിൽ വരികയും ചെയ്തു.